കേരള ഹൗസ് കാർണിവലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുക്കിംഗ് കോമ്പറ്റീഷൻ ആണിത്. അപ്പൊ ഞാനും ജിജുവാണ് ഇന്ന് മത്സരിക്കുന്നത് കേട്ടോ. അപ്പൊ കപ്പ മീൻകറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിഷ്. മത്സരിക്കുന്ന എല്ലാവർക്കും കപ്പയും മീൻകറിയാണ് കോമ്പറ്റീഷൻ ഐറ്റം. 50 മിനിറ്റ് കൊണ്ട് കപ്പയും മീൻകറിയും ഉണ്ടാക്കണം. അപ്പൊ ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. ഞങ്ങൾ വീട്ടിൽ പാത്രം കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഇതിനകത്താണ് കപ്പ വേവിക്കുന്നതും മീൻകറി വെക്കുന്നതെല്ലാം. അപ്പൊ സ്റ്റാർട്ട്. ടേസ്റ്റ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. വെള്ളം ഇതിനകത്ത് എടുത്തു വെച്ചു. കപ്പ ഇച്ചിരി ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഊറ്റി കളയാനുള്ളതാണ്, അവിടെ ഇച്ചിരി ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല. അപ്പൊ അതവിടെ ഇരുന്ന് വേട്ടെ. ഞാൻ മീൻകറിയുടെ സെറ്റ് ആയിക്കോളാം. രണ്ട് പച്ചമുളക് പറയും. നമുക്ക് ആ കൂടി ഒരു മീനേ ഉള്ളൂ. അതെയോ? ഇപ്പൊ തരാം ഒരു മിനിറ്റ്. ഇത് ഇപ്പൊ തരും. ഓക്കെ, ഇതെല്ലാം റെഡിയാണോ? ഞാൻ ഇതങ്ങ് ചൂടാക്കട്ടെ എന്നല്ലേ? കറിക്കൽ ചൂടാക്കട്ടെ എന്നല്ലേ? തീ കുറച്ച് വെച്ചാൽ മതി. ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയും ഫിഷ് കറിയാണ്. നല്ല കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി. നീ എവിടെ നിന്നാണ്? ഞാൻ കോട്ടയത്ത് തന്നെയാണ്. അതെ, കോട്ടയം കറി. രണ്ടിനും കൂടെ കോട്ടയം ഫിഷ് കറി, അതുകൊണ്ട് നല്ല പാൽക്കപ്പ. ഇതിന് മുമ്പത്തെ 4 മത്സരാർത്ഥികൾ ആരും പാൽക്കപ്പ വെച്ചില്ല, അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് കേട്ടോ. ആദ്യം കടുകിട്ട് കൊടുക്കാം. ചട്ടി അല്പം കടുകല്ല, സോറി, ഉലുവ. പോരടാ, ഒരു പിടുത്തം കിട്ടും. അത് തന്നെ. ഓക്കെ, കഴിച്ചു. ഇല്ല, കഴിക്കൊന്നുമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി എല്ലാം ഒരുമിച്ചിടുവാണ്. നിങ്ങൾ വിചാരിക്കും ഓരോ സ്ഥലത്തും മീൻകറി ഓരോ രീതിയിലാണ് വെക്കുന്നത്. ഇതിന്റെ ഔട്ട്കം മാത്രം നോക്കിയാൽ മതി. വലിയ സ്പൂണില്ലാത്തോട്ടോ. തവിങ്ങളുണ്ടായിരുന്നോ? ഇതല്ല തവി ഇവിടെയുണ്ട്, പക്ഷെ അത് വേണ്ട. ഇത് കപ്പ വെള്ളം വെക്കാം, അത് വേണ്ട. ഇച്ചിരി വെള്ളത്തിലിട്ട് മുക്കി വെക്കട്ടെ. ഇച്ചിരി വെള്ളത്തിൽ മുക്കിയിട്ട് വെക്കട്ടെ. ആ കറിവേപ്പില ഇട്ടോ. ഇതൊരു പ്രത്യേക തരത്തിലുള്ള മിശ്രിതമാണ് കേട്ടോ. ആവുന്നുണ്ട്. വെളിച്ചെണ്ണയും വെള്ളവും ചേർത്ത് കുഴച്ച മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി, ഒരു തരി മല്ലിപ്പൊടി. അത്ര മതിയോ? ചിങ്ങടെ അല്ലേ? മത്തിക്കറിയല്ലടാ. വെള്ളം ഒഴിക്കാറായോ? നോക്കട്ടെ. ആടാ, വേദനുണ്ട്. കടുക് പൊട്ടിക്കാനൊരു പാത്രം. അത് മതി. സംഭവം അവസാനം കുറച്ചുകൂടെ ഉപ്പിടാം വേണമെങ്കിൽ. എവിടെയോ ഉണ്ട്. താളിക്കാൻ വെളിച്ചെണ്ണ കേട്ടോ. കുറച്ചേരം ഇടുന്നോട്ടെ. അപ്പൊ നമ്മുടെ മെയിൻ കറി റെഡിയായി. ഇത് ഓഫ് ചെയ്യാൻ പോകട്ടോ. ആർക്കറിയാം.
അല്ല ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ? But that we Oxford Vikings well done, and now we move on to Oxford ഉപ്പൊക്കെ ഉണ്ടോ? ഉപ്പ് നോക്കിയായിരുന്നു നീ? ഞാൻ അവിടുന്ന് ഒരു തന്നെടുക്കും. ആ ഒരു പച്ചമുളക് കൂടെ കീറിയിട്ടല്ലോ നമുക്ക്. ഒരു പച്ചമുളക് കീറിയില്ല അവര്. അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല പാൽക്കപ്പയും കോട്ടയം സ്റ്റൈൽ മീൻകറിയും നമ്മൾ റെഡി. അപ്പൊ എല്ലാം ആദ്യം ഫിനിഷ് ചെയ്ത് ഞങ്ങളാട്ടോ. സമ്മാനം കിട്ടുമെന്ന് ഉറപ്പില്ല, പക്ഷെ എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിനു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത് അടിപൊളി ഡിഷ്. ഇനിയിപ്പോ ജഡ്ജസിന്റെ കയ്യിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്കിനി മത്സരഫലം അതെന്താണെങ്കിലും അന്നേരം കാണാം. പക്ഷെ കാണാനൊക്കെ അടിപൊളിയാണ്. ഓക്കെ, ശരി. അതെ, ശരിയില്ലേ ചേട്ടാ? ഇതെങ്ങോട്ടാ വെക്കണ്ടേ? ഇതെങ്ങോട്ടാ? ഞങ്ങള് കഴിഞ്ഞു. ഈ പാത്രമൊക്കെ എവിടുന്നാ കിട്ടിയ?